ആദ്യമായി നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം മുഖ്യമന്ത്രിയുടെ പരിശോധിച്ചു നോക്കൂ. ഒരു വാക്കുകൊണ്ടെങ്കിലും പൊട്ടൊരക്ഷരം കൊണ്ടെങ്കിലും കേന്ദ്രത്തെ വിമർശിക്കാൻ തയ്യാറാകാത്ത ഒരു മുഖ്യമന്ത്രിയെ നമുക്കവിടെ കാണാൻ സാധിക്കും. എന്നിട്ടും മിണ്ടിയില്ല കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള KM ഷാജി അടക്കമുള്ള തൻ്റെ ഇടമുള്ള ആണായി പിറന്ന ആണുങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ. KM ഷാജി എന്തെല്ലാം വിളിച്ചുകൂവി. KM ഷാജി മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ തെരുവിലിട്ട് കശാപ്പ് ചെയ്യുന്നതിന് തുല്യമായ രീതിയിൽ സംസാരിച്ചിരുന്നില്ലേ? ആ KM ഷാജിയുടെ ഉശിരും ഉയിരിമൊക്കെ എവിടെ പോയി മറഞ്ഞു എന്ന് ചോദിക്കേണ്ടി വരും. PM ശ്രീ പദ്ധതി എടുത്ത് തോട്ടിലെറിയും എന്ന് പറഞ്ഞ KM ഷാജിയുടെ ഉശിരും ഉയിരും എവിടെ പോയി എന്ന് ചോദിക്കേണ്ടി വരും. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അധികമൊന്നും മിണ്ടിയിട്ടില്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ വലിയ തട്ടുകേടില്ലാതെ പോകേണ്ടി വരും. എന്നാൽ ഇവരൊക്കെ എവിടെയാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് നോക്കൂ. മെയ് മാസം 1-ാം തീയതി ഇവിടെ നടത്തിയ ഒരു സന്ദർശനമുണ്ടായിരുന്നു. ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ, അതായത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഫാദറായിരുന്ന അല്ലെങ്കിൽ പിതാവായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ അകന്ന ബന്ധുവിനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ കയറി VD സതീശൻ മംഗലാപുരത്തേക്ക് യാത്ര ചെയ്തു. ഷൗക്കത്തിന് ഒപ്പമില്ലാതെ അവിടേക്ക് യാത്ര ചെയ്തു എന്ന് പറയുന്ന ഏറ്റവും വലിയ കള്ളത്തരം പറഞ്ഞിട്ടും നമ്മുടെ മാധ്യമങ്ങൾക്ക് അതെല്ലാം വസ്തുനിഷ്ഠമായ കാര്യമായും സത്യസന്ധമായ വീണ്ടുവിചാരങ്ങളുമായി മാത്രമേ തോന്നിയുള്ളൂ. ഇവിടെ കേരളത്തിലുണ്ടായിരുന്ന ആര്യാടൻ മുഹമ്മദിനെ പോലും ഒരു നേരം കാണാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ലാത്ത അതേ നേതാവ് തന്നെയാണ് പറയുന്നത്, ഞാൻ ആര്യാടൻ മുഹമ്മദിൻ്റെ അകന്ന ബന്ധുവിനെ കാണാനായി മംഗലാപുരത്തേക്ക് പോയി എന്ന്. അവിടെ പോയി കണ്ടതാരൊക്കെയാണ്? NDAയുടെ ഘടകകക്ഷിയിൽപ്പെട്ട ഒരു നേതാവിനെ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി പോലും ഒരു എന്താ പറയുക, അടിക്കണക്കിന് അകലം പാലിച്ചു നിൽക്കുന്ന അദാനി ഗ്രൂപ്പിലെ പ്രമുഖനായ വ്യക്തിയുമായി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനുമായി കൂടിക്കാഴ്ച നടത്തി. എന്തിനു വേണ്ടി? ഇതൊന്നും ആരും എവിടെയും ചോദിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെയൊക്കെയോ ന്യൂനപക്ഷത്തിൻ്റെ ആ പ്രതീതി നഷ്ടപ്പെട്ടിരിക്കുന്നു. ന്യൂനപക്ഷത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ VD സതീശൻ സർക്കാർ എന്ന് പറയേണ്ടി വരും.